നമസ്കാരം, ഏഷ്യൻ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. മലയാളി പ്രവാസി അനുഭവിച്ച സമാനതകളില്ലാത്ത തീരാദുരിതത്തിൻ്റെ കഥ പറഞ്ഞ ബെന്യാമിൻ്റെ ആടുജീവിതം നോവൽ സിനിമയാകുമ്പോൾ പ്രധാന കഥാപാത്രമായി പ്രശസ്ത ഒമാനി നടൻ ഡോക്ടർ താലിബ് അൽ ബലൂഷിയും ബ്ലസ്സി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ മലയാളി പ്രവാസിയായ നജീബിൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരനാണ്. നജീബിൻ്റെ അർബാബയായി വില്ലൻ വേഷത്തിലാണ് ഒമാനി നടൻ താലിബ് എത്തുന്നത്. അവാർഡ് ജേതാക്കളായ മറ്റു നിരവധി താരങ്ങളാണ് സിനിമയിൽ എത്തുന്നത്. ത്വാലിബിൻ്റെ രണ്ടാം മലയാള ചിത്രമാണ് ആടുജീവിതം. ഇത്തരമൊരു വമ്പൻ രാജ്യാന്തര സിനിമയിൽ അഭിനയിക്കുന്ന ആദ്യ ഒമാനിയാണ് ത്വാലിബ്. അഭിനയത്തിന് പുറമെ സംവിധാനവും തിരക്കഥയും താരത്തിന് വഴങ്ങും. നോവലിൽ ഏവരും വെറുക്കുന്ന തരത്തിലാണ് കഫീലിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ മലയാളികൾ തന്നെ നെഞ്ചേറ്റുമെന്നാണ് പ്രതീക്ഷയെന്ന് ത്വാലിബ് പറയുന്നു. ഏറെക്കാലമായി സിനിമാ സീരിയൽ രംഗത്ത് സജീവമാണ് ത്വാലിബ്. ഒമാനിലെത്തിയ ബ്ലസ്സിയാണ് ഇദ്ദേഹത്തെ സിനിമയിലേക്ക് ക്ഷണിച്ചത്. ബ്ലസ്സിയുടെ കേരളത്തിലെ വീട്ടിൽ നിരവധി തവണ പോയ ത്വാലിബ് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണിപ്പോൾ. മാർച്ച് 28-നാണ് ആടുജീവിതം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലെത്തുന്നത്. ബെന്യാമിൻ്റെ രചനയിൽ പുറത്തുവന്ന ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് സംവിധായകൻ ബ്ലസ്സി ആടുജീവിതം ഒരുക്കിയിരിക്കുന്നത്. 2018-ലാണ് സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം കാലമെടുത്ത് ചിത്രീകരിച്ച സിനിമ പൂർത്തിയായത് 2023 ജൂലൈ 14-നാണ്. ജോർദാനായിരുന്നു പ്രധാന ലൊക്കേഷൻ. പൃഥ്വിരാജിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രങ്ങളിലൊന്നാണ് ആടുജീവിതം. ചിത്രത്തിൽ നായികയായി എത്തുന്നത് അമല പോളാണ്. മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും ചിത്രം ഒരുങ്ങുന്നുണ്ട്.